ഇന്ന് നമുക്ക് എല്ലാ ദിവസവും ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ 15 ഇംഗ്ലീഷ് വാക്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. ആദ്യമായിട്ട് നമുക്ക് ചോദിക്കാം, അങ്ങോട്ടുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ. നമുക്ക് അങ്ങനെ ചോദിക്കാം, എക്സ്ക്യൂസ് മീ, ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ബസ് സ്റ്റോപ്പ് പ്ലേസ്. അപ്പോൾ ഹോട്ടലിലേക്കുള്ള വഴിയാണെങ്കിലോ, എക്സ്ക്യൂസ് മീ, ഹൗ ഡു ഐ ഗെറ്റ് ടു ദ ഹോട്ടൽ പ്ലേസ്. അപ്പോൾ നമുക്കിങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളത് മാറ്റി മാറ്റി വിട്ടാം അല്ലേ. അപ്പോൾ എന്താണ് ചോദിക്കേണ്ടത്, ഹൗ ഡു ഐ ഗെറ്റ്, അതാണ് കൃത്യമായിട്ടുള്ളത്. അപ്പോൾ എക്സ്ക്യൂസ് മീ പ്ലീസിൻ്റെ ആവശ്യമുണ്ടോ? തീർച്ചയായും ആവശ്യമുണ്ട്. കാരണം എന്താണ്, നമ്മൾ പഠിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ്, വളരെ പൊളൈറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അല്ലേ. നേരെ പോയാൽ മതി കേട്ടോ. ഒരു ബേക്കറി കഴിഞ്ഞ് ഇടത്തോട്ട് തിരിയുക, അതാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്താം അല്ലേ. ഗോ സ്ട്രേറ്റ്, ടേക്ക് എ ലെഫ്റ്റ് ആഫ്റ്റർ ദ ബേക്കറി. ഗോ സ്ട്രേറ്റ്, ടേക്ക് എ ലെഫ്റ്റ് ആഫ്റ്റർ ദ ബേക്കറി. അപ്പോൾ ഗോ സ്ട്രേറ്റ് എന്ന് പറഞ്ഞതാണ് നേരെ പോവുക, അത് കഴിഞ്ഞാൽ ടേക്ക് എ ലെഫ്റ്റ്, അപ്പോൾ വലത്തോടാണ് ടേക്ക് എ റൈറ്റ് ആഫ്റ്റർ ദ ബേക്കറി. അല്ലെങ്കിൽ ബേക്കറിക്ക് മുമ്പ് വലിയൊരു ബേക്കറിയാണ്, അപ്പോൾ ബേക്കറിക്ക് മുമ്പാണ് ബിഫോർ ദ ബേക്കറി എന്ന് നമുക്ക് പറയാം അല്ലേ. അയ്യോ എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ പറയാം. ഐ എം സോറി, ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, അല്ലെങ്കിൽ ഐ ഡിഡ്ന്റ് ഗെറ്റ് യു, അതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ. ഐ ഡിഡ്ന്റ് ഗെറ്റ് യു, ഐ എം സോറി, അയ്യോ ക്ഷമിക്കണം കേട്ടോ, എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഐ എം സോറി, ഐ ഡിഡ്ന്റ് ഗെറ്റ് യു, ഐ എം സോറി, ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. എനിക്ക് മനസ്സിലാകത്തോണ്ടല്ല, ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ ചോദിച്ചാണ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ഐ ആസ്ക് ഹിം ടു കൺഫേം ഇറ്റ്. എനിക്ക് മനസ്സിലാകത്തോണ്ടല്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാകത്തോണ്ടല്ല അല്ല അല്ലേ, കഴിഞ്ഞാണ് അല്ലേ. ഐ ആസ്ക് ഹിം ടു കൺഫേം ഇറ്റ്, ഞാൻ ചോദിച്ചതിനാണ്, ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. ഉറപ്പ് വരുത്തുന്നത് എന്താണ്, കൺഫേം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡിഡ്ന്റ് അണ്ടർസ്റ്റാൻഡ്, ഐ ആസ്ക് ഹിം ടു കൺഫേം ഇറ്റ്. അവൻ എന്താണ് പറഞ്ഞത്, അവൻ എന്നാ പറഞ്ഞത്, വാട്ട് ഡിഡ് ഹി സേ, വാട്ട് ഡിഡ് ഹി സേ, വാട്ട് ഡിഡ് ഹി സേ. അവളെന്താണ് പറഞ്ഞത്, വാട്ട് ഡിഡ് ഷീ സേ. അവരെന്താണ് പറഞ്ഞത്, വാട്ട് ഡിഡ് ദേ സേ. നത്തിങ്, അവരൊന്നും പറഞ്ഞില്ല. നത്തിങ്. ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്, അവനൊന്നും പറഞ്ഞില്ല. ഹി ഡിഡ്ന്റ് സേ എനിത്തിങ്. ഹി സെഡ് ദാറ്റ് ഹി ഈസ് നോട്ട് കമ്മിങ് ടു ദ മൂവി, അവൻ പറഞ്ഞ അവന് സിനിമയ്ക്ക് വരുന്നില്ലെന്നാണ്. ഹി സെഡ് ദാറ്റ് ഹി ഈസ് നോട്ട് കമ്മിങ് ടു ദ മൂവി. നീ എന്താ പറഞ്ഞത്, നീ എന്താ പറഞ്ഞത്, വാട്ട് ഡിഡ് യു സേ, നീ എന്താ ഉദ്ദേശിച്ചത്, വാട്ട് ഡിഡ് യു മീൻ, വാട്ട് ഡിഡ് യു മീൻ. അല്ലെങ്കിൽ ഇങ്ങനെ ഉദ്ദേശിച്ചല്ലേ, ഉദ്ദേശിച്ചത് എന്നുള്ളത് കഴിഞ്ഞ ഒരു കാര്യമാണ് അല്ലേ. അല്ലെ ഇങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, എങ്ങനെയാണ്, വാട്ട് ഡു യു മീൻ, അല്ലെങ്കിൽ വാട്ട് ഡു യു മീൻ. ഇപ്പം ഏറ്റവും കോമൺ ആയിട്ട് ചോദിക്കുന്നത് എന്താണ്, വാട്ട് ഡു യു മീൻ, നീ എന്താ ഉദ്ദേശിച്ചത്, നിനക്ക് എന്താണ് വേണ്ടത്, വാട്ട് ഡു യു വാണ്ട്, അല്ലെങ്കിൽ വാട്ട് ഡു യു നീഡ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നമുക്ക് വാട്ട് ഡു യു വാണ്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വാട്ട് ഡു യു നീഡ്, വാട്ട് ഡു യു നീഡ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. എന്താണ് ഈ വാണ്ടും നീഡും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ ഇംഗ്ലീഷിൽ അതിന് വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമുക്ക് സാധാരണ അങ്ങനെ ഉപയോഗിക്കാം, എങ്കിലും നമ്മളൊരു മാർക്കറ്റിംഗ് ടൈമിലൊക്കെ പറയുകയാണെങ്കിൽ അത് ഭയങ്കര വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാധനത്തിനാണ് നീഡ് എന്ന് പറയുന്നത്. ഉദാഹരണം, നമുക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത്യാവശ്യമാണല്ലോ, അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയല്ലേ. അപ്പോൾ അതെന്താണ്, അതൊരു നീഡാണ്. ഇനി എനിക്കൊരു കാർ വേണം, കാറില്ലെങ്കിലും ജീവിക്കാം അല്ലേ, അതെന്താണ്, അത് ഒരു വോണ്ടാണ്. അപ്പോഴെന്താണ് വ്യത്യാസം, വോണ്ടും നീഡും തമ്മിലുള്ള വ്യത്യാസം. അതായത് നീഡ് എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ള സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നീഡ് എന്ന് പറയുന്നത്. വോണ്ട് എന്ന് പറയുന്നത് എന്താണ്, അതില്ലെങ്കിലും ജീവിക്കാം, അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വോണ്ട് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്, എനിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ സാധാരണ ഒരു കാഷ്വൽ ആയിട്ടാണെങ്കിൽ നമ്മൾ ഇത് മാറി മാറി ഉപയോഗിക്കാം. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്, എനിക്കൊന്നും വേണ്ട. ഐ വാണ്ട് ആൻ ഐസ്ക്രീം, എനിക്കൊരു ഐസ്ക്രീം വേണം. ഞങ്ങളൊന്ന് അകത്തോട്ട് വന്നോട്ടെ. ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലോട്ട് ചെല്ലുകയാണ്, അപ്പോൾ നമ്മൾ കുറേ പേരുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കാം, ഞങ്ങൾ അകത്തോട്ട് വന്നോട്ടെ. ഇപ്പോഴേ ഒറ്റയ്ക്കാണ് നമുക്ക് ചോദിക്കാം, മേ ഐ കം ഇൻ എന്ന് ചോദിക്കാം അല്ലേ. പക്ഷെ ഞങ്ങൾ അകത്തോട്ട് വരണമെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ ചോദിക്കും, നമുക്കിങ്ങനെ ചോദിക്കാം, ഷാൽ വി കം ഇൻ, ഷാൽ വി കം ഇൻ. ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം, മേ കം ഇൻ, ഷാൽ വി കം ഇൻ പ്ലീസ്, അവിടെ പ്ലീസ് ഉപയോഗിക്കണം കേട്ടോ. അപ്പോഴാ നമ്മളൊരു ഓഫീസിൻ്റെ അടുത്താണ്, ഷുവർ പ്ലീസ് കം, ആ കരുവോ പ്ലീസ് കം. അപ്പോൾ അയ്യോ സോറി കേട്ടോ, ഞാൻ ഇച്ചിരി ബിസിയാണ്, ഐ എം ബിറ്റ് ബിസി റൈറ്റ് നൗ, ഞാൻ ഇപ്പം ഇച്ചിരി ബിസിയാണ്. ക്യാൻ യു കം ആഫ്റ്റർ സം ടൈം പ്ലീസ്, ഇച്ചിരി കഴിഞ്ഞ് വരാമോ. ഐ എം ബിറ്റ് ബിസി റൈറ്റ് നൗ, ക്യാൻ യു കം ആഫ്റ്റർ സം ടൈം പ്ലീസ്. നീ എന്താ ചെയ്യുന്നത്, ഇത് രണ്ട് രീതിയിലുണ്ടല്ലേ. ഒന്ന്, നമ്മളോട് ആരും ചോദിക്കുന്നത് നീ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നീ ഇപ്പോഴെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോ കേൾക്കുന്നില്ല, നിങ്ങൾ അവിടെ നിന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം അല്ലേ. ഇനി വേറെ രീതിയിൽ എന്താണ്, നിൻ്റെ പണി എന്താണെന്നുള്ള രീതിയിൽ നമ്മൾ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കാറില്ലേ. പക്ഷേ ഇംഗ്ലീഷിൽ
മലയാളത്തിൽ നമുക്ക് ഒന്നാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷിൽ 2 രീതിയിലാണ് നമുക്ക് ചോദിക്കുന്നത്. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞാൽ നീ ഇപ്പോഴെന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. വാട്ട് ഡു യു ഡു, നിന്റെ ജോലി എന്താണ്, നിന്റെ പണി എന്താണ്, അതാണ് വാട്ട് ഡു യു ഡു. ഇപ്പോഴും വ്യത്യാസം മനസ്സിലാക്കുക. വാട്ട് ആർ യു ഡൂയിങ്, വാട്ട് യു ഡു. ഐ എം വാച്ചിങ് എ മൂവി, ഞാനൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ എം എ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ, ഞാനൊരു മാർക്കറ്റിംഗ് പ്രൊഫഷണലാണ്. മാർക്കറ്റ് ചെയ്യുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഐ എം എ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ. നീ പറഞ്ഞത് ശരിയാട്ടോ, ഞാനത് അംഗീകരിക്കുന്നു. ഐ അഗ്രി വിത്ത് യു, ഐ അഗ്രി വിത്ത് യു. പെട്ടെന്ന് കേട്ടോ. പ്ലീസ് കം ഫാസ്റ്റ്, പ്ലീസ് കം ഫാസ്റ്റ്. എനിക്ക് കുറച്ച് പൈസ കടം തരാമോ? വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ലേ. നമുക്ക് എങ്ങനെ ചോദിക്കാം? ക്യാൻ യു ലെൻഡ് മീ സം മണി പ്ലീസ്, എനിക്ക് ഇച്ചിരി പൈസ കടം തരാമോ? ഇപ്പം കടം കൊടുക്കുക എന്നുള്ളതാണ് ലെൻഡ്. കടം എടുക്കുന്നത് എന്താണ്? ബോറോ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കിയിരിക്കുക. കടം കൊടുക്കുന്നതിന് എന്താണ്? ലെൻഡ് എന്നാണ് പറയുന്നത്. ഇനി കടം വാങ്ങിക്കുന്നത് എന്താണ്? ബോറോ എന്നാണ് പറയുന്നത്. ഇനി LENT ലെൻഡ് ഉണ്ട്. അത് ക്രിസ്ത്യാനികളുടെ നോയമ്പിനാണ് നമ്മൾ ലെൻഡ് എന്ന് പറയുന്നത്. നമ്മൾ 50 നോയമ്പുണ്ടല്ലോ, അതിനാണ് ലെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യാസം മനസ്സിലാക്കുക. ഇത് കടം കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആലോചിക്കട്ടെ കേട്ടോ, ഒരു ദിവസം കഴിഞ്ഞ് പറയാം. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഗിവ് മീ എ ഡേ. ലെറ്റ് മീ തിങ്ക് അബൌട്ട് ഇറ്റ്, ഞാൻ ആലോചിക്കട്ടെ, ഗിവ് മീ എ ഡേ. ശരി, മറക്കരുത് കേട്ടോ. ഷുവർ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഷുവർ, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് അതാണ് പറയാനുള്ളത്. നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ മറക്കരുത്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.